ഏത് സമയം തീറ്റി അല്ലെങ്കിൽ ഉറക്കം. ആദ്യം പറഞ്ഞിട്ട് ചീത്ത പറയാന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഞാൻ അതൊന്ന് ചെണ്ടി. നിനക്ക് എന്തോ അവിടെ തിരക്ക്. നീ ഒരു കാര്യം ചെയ്യ്, 10 മണി വരെ കിടന്ന് ഉറങ്ങും. நீ ஒரு வேலையும் செய்யாம சும்மா உட்காந்துட்டு சாப்பிட்டு இருப்பியோன்னு அப்படி ஏதாவது டவுட் அம்மாக்கு இருக்குமோ? അത് ഇപ്പൊ ശരിയാക്കി തരാം. അമ്മമ്മക്ക് എന്ത് വയ്യേ? ഉപ്പും മുളകും ഇന്ന് വൈകുന്നേരം 6:30 ഫ്ലവേഴ്സിൽ. പാർക്കുട്ടിയുടെ ആ ലാസ്റ്റ് ഡയലോഗ് സെറ്റായിരുന്നു. അമ്മയ്ക്ക് എന്ത് വയ്യേന്ന് ചോദിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ചിരി വന്നു ആ ഒരു സെക്ഷൻ കേട്ടപ്പോൾ. എനിക്ക് അത്യാവശ്യം കോമഡി ഉള്ള ഒരു എപ്പിസോഡ് തന്നെയായിട്ടാണ് തോന്നിയത്. പാർക്കുട്ടി ആ ലാസ്റ്റ് ഒരു സാരത്തിൽ സ്കോർ ചെയ്ത് ആയിട്ട് തോന്നി. കുഴിപ്പുളത്തെ ഫാമിലി എന്തായാലും പോയിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴിപ്പുളത്തെ ഫാമിലിയും ഉപ്പുമുളകിനെ വിട്ട് പോവുകയാണ്. പക്ഷെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ടാണ് കുഴിപ്പുളത്തെ ഫാമിലി ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ലച്ചുവിനെയാണ് ഇപ്പോൾ ഒരു കരുവായിട്ട് വച്ചേക്കുന്നത്. എല്ലാവർക്കും കൂടെ എടുത്തിട്ട് കൊട്ടാൻ പറ്റുന്നൊരു ചെണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ മുഴുവൻ അങ്ങനെയാണ്. ലച്ചുവിന് ദേഷ്യം അല്ലെങ്കിൽ ലച്ചു പണിയൊന്നും എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു സംഗതിയിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ പുള്ളിക്കാരനെ കേന്ദ്രീകരിച്ചിട്ട് പുള്ളിക്കാരനെ മോശമായിട്ട് കാണിച്ചിട്ട് ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ ഒരു സംഗതിയിലേക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ് മൊത്തത്തിൽ പോകുന്നുണ്ട്. കാരണം വേറെ കണ്ടന്റുകൾ വേറെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇപ്പം സിദ്ധു ഒക്കെ ഉണ്ടായിരുന്നപ്പം ലച്ചുവിന് ഓരോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സിദ്ധു